ഹലോ മൂന്നാനെ എത്തിയാ? മാങ്ങാങ്കുഴി ജംഗ്ഷനിൽ നിന്ന് നേരെ വെട്ടിയാറ് വില്ലേജിന്റെ താഴെ കൂടെ ഇറങ്ങി വരുമ്പോ കണ്ടത്തിൽ മുഴുവൻ കാളകളുണ്ട്. മുഴുവൻ കാളയെന്നല്ല, മുഴുവൻ കാളകളുണ്ട് അവിടെ നിന്ന്. ഇത് എവിടെ കൊണ്ട് കേൾക്കണത്? ഇത് അവിടെ വന്നിട്ട് തങ്കച്ചിയുടെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. ആ മോളെയൊക്കെ ഞാൻ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ശരി മൂന്നാനെ, ശരി 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 മൂന്നാനെ. അപ്പൊ ഇന്നല്ലോ പൂത്തിരി നാൾ മകം പിറന്നു. ഇന്നലെ വരെ ഇത് ഇവിടെ ഇല്ലായിരുന്നല്ലേ? ഇതാരുടെ പരിപാടി? ഇത് ചെയ്തെങ്കിൽ ആരും എല്ലാം അപ്പുറത്തെ കുസ്തി സുമോക്കാരൻ പ്രബലനായിരിക്കും. കാരണം എന്റെ മോളുടെ തമ്മിലൊരു കണ്ണുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്റെ മോളെ പെണ്ണ് കാണാൻ വരുന്ന എന്റെ അന്നേനെ ഇവിടെ കൊണ്ടുവയ്ക്കേണ്ട കാര്യമുണ്ടാ? എടാ സുമ അടുക്കളയിൽ ഇരുന്ന് അടുപ്പിന്റെ ശാപം മേടിച്ച് കെട്ടത് ഇങ്ങോട്ട് ഇറങ്ങി വേടാഞ്ഞോട്ട്. അല്ല പിന്നെ ആ വഴിയിൽ നിന്ന് പാത്രം എടുത്ത് മാറ്റാം. മനുഷ്യൻ നടന്നു വരുന്ന വഴിയല്ലേടാ, അടുത്ത് മാറ്റ്. ഞാൻ വന്നിട്ട് വെള്ളം കോരി വെക്കാം. ഇത്രയും കാലം ഇത് എവിടെയായിരുന്നു? ഇത് ഇത്രയും കാലം തെങ്ങിന്റെ മേളിലായിരുന്നു. എന്തോന്ന് ഈ തേങ്ങയല്ലെന്ന്? എന്താ നിന്റെ ഉദ്ദേശം? ഇത് വെട്ടിപ്പൊളിച്ച് ചമ്മന്തി അരിക്കണം. നിങ്ങൾക്ക് പിന്നെ ഇഷ്ടമല്ലെങ്കിൽ പുളുങ്കറിയെങ്കിലും വെക്കണം. ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ നീ എന്തിന് എന്റെ മോളെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമായിട്ട് ഈ ഫ്ലെക്സ് ഇവിടെ കൊണ്ടുവച്ച്? കാരണമുണ്ട്. എവന്റെ മോനെ എന്റെ മോളെടുത്ത് ഒരു നോട്ടം ഉണ്ട്. അത് കൊച്ചുങ്ങളല്ലേ? നിനക്ക് എന്റെ അടുത്തൊരു നോട്ടം ഉണ്ടല്ലോ. അത് മുതുക്കായോണ്ട്. നിനക്ക് ഈ ഫ്ലെക്സ് കണ്ടിട്ട് എന്താ നിന്റെ അഭിപ്രായം? ഞാൻ ഒരു കാര്യം പറയട്ടാ, നമ്മളെ വലിയ മക്കളുടെ നമ്മൾ പറഞ്ഞ അമ്മമാര് കേൾക്കൂല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞാണ്, മക്കളെ ഈ കറുത്ത നിക്കർ മാറ്റിയിട്ട് ചുവന്ന നിക്കർ ഇടാനാണ് പറഞ്ഞത്. ഇതെവിടെ എടുത്ത് മാറ്റാൻ? അത് മാറ്റാൻ പറ്റൂല. ഇടാ, നിനക്കൊരു കാര്യം അറിയോ? കഴിഞ്ഞ വർഷം എന്റെ മോള് കുച്ചിപ്പിടിക്ക് 1ാം സ്ഥാനം നേടിയപ്പം 2 ലക്ഷം രൂപയാണ് ഞാൻ ചെലവാക്കിയത്. എന്നിട്ട് ഞാൻ ഇവിടെ ഫ്ലെക്സ് വെച്ചു. അതിന്റെ അന്തസ്സുണ്ട്. അത് നിങ്ങളെ പണത്തിന്റെ കുന്തളിപ്പ്. നിങ്ങളാ വായനശാലയിലെ പരിപാടിക്കല്ലേ നിങ്ങൾ ഈ 2 ലക്ഷം പൊടിച്ചത്. എന്റെ മോനെ മിസ്റ്റർ കേരളാക്കാൻ 100 രൂപ മതി എനിക്ക്. 100 രൂപ? അതെങ്ങനെ? 90 രൂപയുടെ ജട്ടി വലിച്ചങ്ങ് ഇടാ, 10 രൂപയുടെ വലിച്ചെണ്ണ വലിച്ച് തേക്കുക, പെരുകിയോട് ഞാൻ നിൽക്കുക. എനിക്ക് അങ്ങോട്ട് പെരുത്ത് കയറി വരെയാണ്. എടുത്ത് മാറ്റാൻ മിസ്റ്റർ കേരള. എടുത്ത് മാറ്റാൻ പറ്റില്ല. എടുത്ത് മാറ്റാൻ പറ്റില്ലെന്ന്. അതെന്ത്? അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് മിസ്റ്റർ കേരള ആയത്. അവന്റെ നിൽപ്പ് കണ്ടാ തോന്നും ആരോ മനഃപൂർവ്വം പിടലിക്കെടുത്ത് മിസ്റ്റർ കേരള എടുത്ത് വെച്ചു കൊടുത്തു. നിങ്ങൾ ഇവിടുത്തെ ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്റെ മോന്റെ ഫ്ലെക്സ് എടുത്ത് ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ഞാൻ അടിച്ചു മാറ്റരുത്. നിങ്ങൾക്ക് ഇത്ര കുഴപ്പമുണ്ട്. ഞാൻ കൊച്ചപ്പൻ മരിച്ചായിരുന്നു അറിഞ്ഞില്ലേ? ഇന്നലെ വൈകിട്ടായിരുന്നു ഞാൻ അറിഞ്ഞു കൊച്ചപ്പൻ മരിച്ചു. ഇന്നലെ ബിവറേജ് അവധിയല്ലായിരുന്നു 1-ാം തീയതി. ഭയങ്കര കുടീര ആസക്തി ഉണ്ടായിരുന്നു. കൊട്ടൻ ചുക്കാതി തൈലം എടുത്ത് വെള്ളം ചേർത്ത് അടിച്ചു. പെട്ടെന്നുള്ള വരവായിരുന്നു. ഫ്ലൈറ്റിലെ 19,000 രൂപ ടിക്കറ്റിനായി. നിങ്ങളെ വഴക്ക് നടക്കട്ടെ. ചേച്ചി ബഹളം വെക്കല്ലേ. മരണത്തിന് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു. ചേച്ചിയൊക്കെ അറിയാവുന്ന ചിറയും കെഴുത്ത സുമച്ചേച്ചിയൊക്കെ ഉണ്ട്. പിന്നെ തന്നെ വിദ്യാഭ്യാസം വിവരമുള്ള ഒരാളല്ലേടാ. നിനക്ക് ഈ ഫ്ലെക്സ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? അയ്യേ, ഈ ചെണക്കര എപ്പോഴും ഇതേ ഉള്ള. മനസ്സിലായില്ല? 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഗൾഫിലേക്ക് പോകുമ്പോ ഇതുപോലൊരു നിക്കറിട്ടുണ്ട്. അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ ഇരുന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോ അതുപോലൊരു നിക്കറിട്ടോണ്ട് നിൽക്കുന്ന ഇവിടെ ഒരു മാറ്റവും ഇല്ല. അവൻ ജിമ്മനാണ്ടാ. ഏത് ജിമ്മനാന്ന് പറഞ്ഞാലും ഒരു മുണ്ടെടുത്തുടുത്തിട്ട് നിൽക്കണ്ട. ഇങ്ങനെയൊക്കെ ഒരു ഫോട്ടോ വെച്ചോണ്ട് നിന്ന് കഴിഞ്ഞാ അല്ല. ഇത് ആരോട് പറയാ? ഓണകത്തിനോട് നിക്കറിന്റെ കഥ പറഞ്ഞോണ്ട് കാര്യമുണ്ട്. പോയി നല്ലൊരു മുണ്ടെടുത്തുറുക്കി. പ്രശ്നം അതല്ലടാ. ഇപ്പൊ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വരും. വലിയ വീട്ടുകാരാണ് അവര്. ആണല്ലേ? നിനക്കറിയാം നമ്മുടെ തുടിയൂർ ബാലനൊക്കെ അവര് വരുമ്പോ ഈ ഫ്ലെക്സ് കാണും. എന്തു ചെയ്യൂടാ നമ്മള്? നമുക്കൊരു ഐഡിയ ചെയ്താലാ? പറയടാ. ചേച്ചി പുതിയ ചിക്കൻ സെന്റർ തുടങ്ങിയെന്ന് പറഞ്ഞാലാ? നിന്റെ മിസ്റ്റർ കേരളത്തിൽ ഫ്ലെക്സ് എടുത്ത് മാറ്റാ. നിനക്കെന്താ എന്റെ മോന്റെ അടുത്ത് ഇത്ര പുച്ഛം? എടാ മനോജ, നീ കേക്കണം. അവൻ ഇന്ന് മിസ്റ്റർ കേരളയാണ്. നാളെ ഞാൻ അവനെ മിസ്റ്റർ ഇന്ത്യ ആക്കൂടാ. ഇന്ത്യ ആക്കും. ചേച്ചി ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലമൊക്കെ വിറ്റ് പോവാൻ നോക്കും. ചേച്ചി മിസ്റ്റർ കേരള ആയപ്പോ ചെറുക്കൻ നിക്കർ മാത്രമേ ഉള്ളൂ. മിസ്റ്റർ ഇന്ത്യ ചിലപ്പോ അതും കാണൂല. നാണക്കേടായിരിക്കും. ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാല് എനിക്ക് അതല്ല. എന്ത് പ്രായമുള്ള ആൾക്കാരൊക്കെ വരണം. ഈ പ്രായമുള്ള ആൾക്കാർക്ക് ഇത് കണ്ട തേക്കിക്കത്തില്ലടാ. അല്ലെങ്കിലും പണ്ടേ അങ്ങനെയാണ്. ഈ പാളക്കരയെ നിക്കറിന് ജോക്കിയോടൊരു പുച്ഛം ഉണ്ട്. അത് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അതൊരു വിഷയമാക്കി എടുക്കേണ്ട കാര്യമുണ്ടോ? ഇവനെ മര്യാദക്ക് ഫ്ലെക്സ് ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ നിന്റെ ഈ കരിപ്പോട്ടി തലഞ്ഞടിച്ചാൽ പൊട്ടിക്കും ഞാൻ. നീ പോയി ചപ്പിളിച്ചി 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 ചപ്പിളിച്ചിയാ? ചപ്പിളിച്ചി ഞാനാ? വന്ന മനോജ്
നിനക്കറിയാലടാ, കുട്ടിക്കാലം മുതൽ നീ ഞാനും ഒരുമിച്ചാണ് കളിച്ചു വളർന്നത്. ചേച്ചി, അതല്ലേ ചേച്ചി, ഞാൻ കൊച്ചപ്പൻ നമ്മുടെ മരിച്ച സഹോദരി സഹോദരങ്ങളൊക്കെ കല്ലായിരുന്നടാ. അല്ല, കൊച്ചപ്പൻ മരിച്ച അവിടെ അടക്കം പോലും. ഒരു സഹോദരിക്ക് ഒരു ആവശ്യം വരുമ്പോ ഒരു സഹോദരനടാ കൂടെ നിൽക്കട്ടെ. അവ എന്നെ വിളിച്ചേട്ടാ ചപ്പിളിച്ചിന്ന് ചോദിക്കടാ. ചേച്ചി, നിങ്ങൾ എന്തോ കളിച്ച ചപ്പിളിച്ചിന്ന്? ഓ, ചപ്പിളി. ചേച്ചി ചപ്പിളിച്ചിന്ന്? ഓ ചപ്പിളിച്ചി. ഈ നിൽക്കുന്ന ആരാന്നറിയാവോ? എന്റെ സഹോദരിയാണ് ഈ നിൽക്കുന്നത്. ഈ സഹോദരിയെ വിളിച്ചെന്തോ ചപ്പിളിച്ചിന്നാ. ഓ. അപ്പൊ അവര് ചപ്പിളിച്ചാകുമ്പോ ഞാൻ ചപ്പളച്ചന. നീ ചപ്പിളിച്ചി. ചപ്പളച്ചന. ഓ തന്നെ. ഈ ചപ്പളത്തനും ചപ്പളിച്ചി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഇവിടുത്തെ അരളിപ്പൂവില്ലേ, അത് കണക്ക് പഞ്ചാബിലൊരു പൂവുണ്ട്, അതിന്റെ പേരാണ് ചപ്പളച്ചനും ചപ്പിളിച്ചി. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല മണമുള്ള പൂ, കാണാനും നല്ല രസം. ചേച്ചി, അത് വിഷയമൊന്നുമല്ല. അരളിപ്പൂവിന്റെ പഞ്ചാബിലെ പൂവിന്റെ പേര്, അതിന് വിഷയമൊന്നുമില്ല. നല്ല പൂവല്ലേ? ചപ്പളച്ച നിങ്ങളാണ് ചപ്പളി. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം ഞാൻ ഇതിലിടപെടേണ്ട കാര്യം തോന്നുന്നു. യവന കണക്കല്ല വന്ന് കയറുന്ന ഒരു തറവാടികളാ. അപ്പൊ ചെറുക്കന്റെ വീട്ടിൽ ഞാൻ പോയടാ. അവരെ മുറ്റത്തി തന്നെ ഞാൻ കയറിയപ്പോ മൊത്തം ടൈൽസ് ഇട്ടേക്കണടാ. നമ്മളിങ്ങനെ നോക്കിയോണ്ടല്ലോ നമ്മുടെ മുഖം കാണടാ, കണ്ണാടി കണക്കാടാ തറ. കല്യാണത്തിന് നമ്മൾ ഡ്രസ് എടുത്താ ചേച്ചി? ഇല്ല, എടുക്കണം. നമ്മൾ ആണുങ്ങൾക്ക് എല്ലാവർക്കും പാന്റ് മതി കേട്ടോ. അതെന്തിനാ? വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞ ഒന്ന് ചോദിക്കണം. അത് അഴിച്ച് മാറ്റിക്കൂടെ? അവര് വരുമ്പോഴേ നാണക്കേടല്ലേ ഒന്നും. അല്ല, അത് പറ്റൂല, ഞാൻ പൈസ തുടങ്ങി കെട്ടിച്ചു. നിങ്ങളിങ്ങനെ പൈസ തുടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വരുമ്പോ ഇതുപോലുള്ള ഒരു ഫോട്ടോ വെച്ചിരുന്ന നാണക്കേടല്ലേ? എനിക്ക് നാണക്കേടാ. എടാ നീ പ്ലാവി കയറി രാവിലെ ഞാൻ അഴിച്ചു മാറ്റും. ആ, നീ അടിച്ചു മാറ്റി, ഞാൻ ചക്കക്ക് ഞാൻ ഇടും. ചക്കക്ക് ഞാൻ എന്നാ ചക്കറിയോ? ഞാൻ എറിയേ, ഞാൻ എറിയും. എറിയൂടാ ഞാൻ. ചക്ക വലതോട്ട് പിടിച്ചാണ്. ഇത് വരിക്കാണ്. ഓ, തേൻ വരിക്കാം. തേൻ വരിക്കാം. സത്യം പറഞ്ഞാൽ ഒരു മായമില്ലാത്ത സാധനമാണ് ഈ സാധനം. വിദേശത്താണ് മാർക്കറ്റ് ഇതിന്. ഇത് നമ്മുടെ ആരോഗ്യത്തെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയണം. ഓ, അതുകൊണ്ടാണ് തമിഴന്മാർ ഇവിടെ വന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് വറുത്തോണ്ട് പൈസക്ക് തരുന്നല്ലേ? അതല്ലേ, അവരാണ് ബുദ്ധിമാന്മാര്. നമ്മളിത് മൈൻഡ് ചെയ്യുന്നുണ്ടാ? ശരി, ഈ ആഹാര സാധനം ആരുടെ അടുത്ത് എറിയുമെന്ന് പറഞ്ഞത്? അതല്ലേ, അവൻ എന്റെ മുമ്പെ കൊണ്ടുത്താ. ഈ ആഹാര സാധനം ആരുടെ അടുത്ത് എറിയും? അതല്ലേ, അവൻ എന്റെ മുമ്പ് കൊണ്ടുത്താ. അവനെ ഞാൻ പിരുത്തോ. അങ്ങനെയല്ലേ പറഞ്ഞത്. ചക്ക പിടിങ്ങി തീർന്നടാ. ചക്ക പിടിങ്ങി തീർന്നെങ്കിലേ എടാ ഞാൻ ഒരു കാല് പിടിക്കട്ടെ. എങ്ങനെയുള്ള അഴിച്ചിറക്കടാ നീ. ഞാൻ പ്ലാവി കയറി അങ്ങ് അഴിച്ച് പ്ലാവി കയറി ഭയങ്കര കാതലുള്ള പ്ലാവാണ്. പിടിയെത്തൂല. കാതലുള്ള പ്ലാവ് പിന്നെ എങ്കിൽ 4 കട്ടലേക്ക് വരൂ. 4 കട്ടല, 2 വീടിനുള്ള കട്ടലേക്ക് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ഫർണിച്ചറിനും എടുക്കും. അത്ര തടി കിട്ടും ഇതിനകത്തുനിന്ന്. 2 വീട്ടിലുള്ള കട്ടള്? പിന്നെ അല്ലാതെ. അപ്പൊ എത്ര രൂപ കൊടുക്കാൻ നിർത്തിയേക്കണം? 1.25 ലക്ഷം പറഞ്ഞിട്ട് കൊടുക്കാത്ത മുതലാണത്. ഞാൻ ഒരു 1.25 പറഞ്ഞ ഒരു 30 1.25 കൊടുക്ക്. ഒന്നുമില്ലെങ്കിൽ ഒരു കച്ചവടം നടക്കട്ടെ. ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മുറുപ്പ് ഇറങ്ങി കൊണ്ടുവരണ്ട്. ഉറപ്പ് ഞാൻ കൊണ്ടുവന്നോളാം. അപ്പൊ ഓക്കെ, ഉറപ്പിച്ച്. ഓക്കെ, 1.30 നമ്മൾ ഉറപ്പിച്ചു. 1.30 പ്ലാവ് കഴിക്കും. ചേച്ചി, നാളെ രാവിലെ പ്ലാവ് മുറിക്കാൻ ആള് വരും. പിന്നെ ചുള്ളി വല്ലതും വേണമെങ്കിൽ കുടിച്ചാൽ എടുത്തേക്കും. എന്റെ വായിരിക്കുന്നത് നീ കേക്കരുത്. എടാ യവൻ ശരിയല്ല. യവന്റെ മോനെ എന്റെ മോനടുത്തൊരു നോട്ടം ഉണ്ടടാ. ഇത് സത്യം പറഞ്ഞ രക്ഷകർത്താക്കളുടെ പ്രശ്നമാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണത്. നിങ്ങളെ മോനും ഇവരുടെ മോക്കും കൂടെ എവിടെ ഒരു തോട്ടം ഉണ്ടെന്ന് പറഞ്ഞ് ഞാനിപ്പോഴാണ് അറിയണം. ഞാൻ ഇപ്പോഴാണ് അറിയണം. ഇത് എന്ത് കൃഷി നടത്തുന്നവര് ശ്രദ്ധിക്കണ്ടേ? ഇത് കൊച്ചുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? എന്ത് കൃഷിയാണ് ഇവർ നടത്തുന്നത്? കശുവണ്ടി നല്ല ബിസിനസ് അല്ലേ? വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ആദ്യം കശുവണ്ടി വന്ന സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. അത് നല്ല തന്നെയാണ്. ലോക വിവരമില്ല. എന്തിനാ ഗൾഫിൽ പോയി ഇത്രയും നാൾ നീ നടന്നത്? യവൻ ഗൾഫിലൊന്നും ഏതാ തമിഴ്നാട്ടിലായിരുന്നു. അനാവശ്യം പറയുന്നത് ഒരു ആവശ്യമില്ല. ഞാൻ ഒന്നാമത് വിഷമത്തിൽ നിൽക്കുന്ന എന്റെ സിറ്റുവേഷൻ. ഈ ഗൾഫിലായിരുന്നെങ്കിൽ എവിടെയായിരുന്നു? ഗൾഫിൽ ഞാൻ ഒമാനിലായിരുന്നു. ഒമാനിലെ ഏത് പഞ്ചായത്തിൽ? പഞ്ചായത്തിലാ? ഇവരിത് എന്തോ പറയുന്ന ഒമാനിൽ പഞ്ചായത്ത്? കേരളത്തിൽ പഞ്ചായത്ത് ഉണ്ടെങ്കിൽ ഒമാനിലും പഞ്ചായത്ത് ഉണ്ടോ? അപ്പൊ നീ ഗൾഫിൽ പോയിട്ടില്ല. ഗൾഫിലൊക്കെ പഞ്ചായത്തുണ്ട്. പഞ്ചായത്ത് ഉണ്ടേ. പഞ്ചായത്ത് മാത്രമല്ല, ആ പഞ്ചായത്തിൽ ഒരു പാസ്പോർട്ടിന് 10 കോഴിയും വെച്ചുണ്ട്. 10 കോഴിയുണ്ടോ? ആരോട് പറയായത്? ഈ പറച്ചിൽ മാത്രമല്ലോ. നീ എന്ത് ഫയൽമാനടാ നീ? ഇവിടെ ഫൈൻമാൻ പറഞ്ഞത് നീ കേൾക്കണം. പഞ്ചാബില് ഞാൻ ഇന്നപ്പോഴത്തേക്ക് പഞ്ചാബിലോട്ട് ഒരു ഉടക്ക്. 100 പഞ്ചാബികൾ എന്നെ വളർന്നിട്ട് അടിക്കാൻ ആണല്ലേ. ഉച്ച സമയം എനിക്കാണെങ്കിൽ ഇവന്മാർ അടിച്ചിട്ട് ഉണ്ടാനും പോണം. യോമാരെല്ലാം ഒരേ കണക്കിരിക്കും. താടിയും വളർത്തി ഒരേ കെട്ട്. ഓരോരുത്തരും അടിച്ചു കഴിഞ്ഞാൽ സമയം പോകും. അപ്പൊ ഞാൻ തിരുന്ന കയ്യിലെത്തി വെളിച്ചെണ്ണങ്ങ് വെച്ച് തോർത്തെടുത്ത് കടലങ്ങ് കെട്ടി. എന്നിട്ട് ഓരോരുത്തരും അടിച്ചങ്ങാട്ട് വിട്ടുകൊടുത്തു. ഇങ്ങനെ അടിച്ചു വിടല്ലേ? വീടാണ് അപ്പുറത്ത്. അതൊക്കെ എന്റെ അവിടെ എന്റെ ആങ്ങളെ ഭയങ്കര കരോട്ടക്കാരനായിരുന്നു. അയ്യോ ഒരു ദിവസം കരോട്ടയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ അവന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ചന്തു. ഇവർ രണ്ടുപേരും കൂടി ഒരുപാട് പൈസ ഒക്കെ കയ്യിലുണ്ടായിരുന്നു കേട്ടാ. കരോട്ട കഴിഞ്ഞ് ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് കിടക്കുന്ന സമയത്ത് ഈ ചന്തു നിലവിളിക്കെടുത്ത് എന്റെ സഹോദരന്റെ നെഞ്ചത്ത് കുത്തി ഇറക്കി. ഈ കൊലപാതകം മൊത്തത്തിൽ നാട്ടുകാരൊക്കെ പറഞ്ഞു ഇത് ചന്തു ചതിച്ച പ്രശ്നമാണ് പറഞ്ഞായിരുന്നു. ഇവിടെ നമ്മുടെ കിണറ്റിൽ തണുത്ത വെള്ളം തന്നെ. അത് ഉച്ചയിൽ കുത്തി ഒഴിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഈ വടക്കം വീര കഥ തലേന്ന് പോകൂല. ആങ്ങളെ പെങ്ങളെ കഥ കേൾക്കാൻ നിൽക്കുന്നു. അപ്പൊ നിനക്ക് സഹായിക്കാൻ പറ്റത്തില്ല? എനിക്ക് സഹായിക്കും. എനിക്ക് കാര്യങ്ങളിലേ. നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത്. ഇവിടെ ആണുങ്ങളില്ല. ചോണ ഉണ്ടെങ്കിൽ നീ അഴിച്ചു മാറ്റൂല. ആവശ്യമില്ലാതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. നീ പോ, തങ്കച്ചി പോ. തങ്കച്ചി പോ. നീ ഇങ്ങോട്ട് വാടാ. നീ ഇങ്ങോട്ട് വാടി. നീ ഇങ്ങോട്ട് വാടാ. നീ ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാടാ. ചേച്ചി ചേച്ചി
നോക്കിക്കൊണ്ടിരിക്കേ തല്ല്. ഞാൻ ഈ അന്യപുരുഷന്മാരുടെ ദേഹത്ത് തൊടത്തില്ലതാ. എന്നാ ഒരു കാര്യം ചെയ്യ്, ആ തല്ലെല്ലാം കൂടെ ഒരു ചാക്കി തട്ടിയിട്ട് ഇതാ, എന്തിന്? ഞാൻ കൊണ്ടുപോയി തലയെ തട്ടി കൊടുക്കാം. ഏടാ. അടിക്കടാ. 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 അല്ലല്ലേ അടിക്കല്ലേ. ഇത് എത്ര മണിക്ക് എത്തും? എന്തോ ക്ഷേത്രത്തിന്റെ അവിടെ ഘോഷയാത്ര അല്ല, ഫ്ലോട്ട് അല്ലേ ഇത്? അവിടെ ആരാ വന്ന്? മരണ വീട്ടിൽ ആരാ വന്ന്? ഹലോ സാറേ, പറ സാറേ. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. ഫ്ലൈറ്റ് ഞാൻ ടിക്കറ്റ് കിട്ടി, ഞാൻ അപ്പഴേ വന്ന്. ആര് ഇങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി, അങ്ങനെയല്ലേ ഞാൻ വന്ന. കുഴപ്പമില്ല സാറ് വിഷമിക്കണ്ട സാറേ. സാറേ ഇങ്ങനെ കരഞ്ഞ എന്താ സാറേ? ആരാ കരയുന്നത്? ബിവറേജിലെ ഷായി സാറേ. മരിച്ചയാളോ? കൂട്ടുകാരനായിരിക്കും. കൂട്ടുകാരനൊന്നുമല്ല, പിന്നെ ഈ കൊച്ചപ്പം മരിച്ചോടുകൂടി പുള്ളിയുടെ ഒരു വരുമാനമാണല്ലോ കൂടുതലും ഇല്ലാതായത്. ഒരു 10 പൈന്റ് എങ്ങനെയായാലും ബിവറേജിൽ നിന്ന് പൊക്കോണ്ടിരുന്നതാണ്. മരിച്ചോടുകൂടി അതിന്റെ ഒരു വിഷമം പുള്ളിക്ക് ഭയങ്കര കരച്ചില്. നിങ്ങൾ ഹലോ പറഞ്ഞേ. ഇവിടെ ഒരു ചെറിയ പ്രശ്നം. പറഞ്ഞോ. അയ്യോ അച്ചോ എന്ത് പറ്റി? കല്യാണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. കല്യാണ ചെറുക്കൻ ഇങ്ങോട്ട് വരുമായിരുന്നു. വന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഏതോ ഷാപ്പിൽ കയറി കള്ളു കുടിച്ചിട്ട് അവിടെ കിടന്ന് മൊത്തം തല്ല്. എന്നിട്ട് മുണ്ടടിച്ച് തലയെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. എടീ, നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്റെ മോ ഒരു കൊച്ചു ചെട്ടിയിട്ട് ഇങ്ങനെ ഇന്നപ്പോ നിനക്ക് ഭയങ്കര മാനക്കേടായിപ്പല്ലേ? ഇപ്പൊ നിന്റെ മോളെ പെണ്ണ് കാണാൻ പറഞ്ഞ ചെറുക്കൻ അവിടെ മുണ്ടടിച്ച് താടിയിട്ട് നിനക്ക് ഒരു മാനക്കേടില്ലാടി. മനോജ്, ഇത് ഞാൻ എന്ത് ചെയ്യൂടെ? എന്റെ പെണ്ണിന്റെ കാര്യത്തിൽ അയ്യോ, ഞാൻ അവളെ കല്യാണം പോയി. തങ്കച്ചി, നമുക്ക് എന്റെ മോനെ കൊണ്ട് നിന്നെ മോളെയും കെട്ടിച്ചാലാ? ചേച്ചി അതാണ് നല്ലതാണ് ചേച്ചി. അതാകുമ്പോ ഡ്രസ്സും ലാഭമല്ലേ? കല്യാണ ചെറുക്കൻ ഡ്രസ് എടുക്കണ്ടല്ലോ, ഒരു നിക്കർ എടുത്താ പോരെ.